നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ ഒരു ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ജാതി സെൻസസ് ദേശീയ വ്യാപകമായി സെൻസസിൻ്റെ കൂടെ എടുത്ത് അതിലൂടെ കൃത്യമായ ധ്രുവീകരണം ലക്ഷ്യമിടുന്നത്. ബി.ജെ.പി പരക്കെ പലയിടത്തും ധ്രുവീകരണം ലക്ഷ്യമിട്ടിട്ടുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി ശ്രമിക്കുന്ന രീതിയിലേക്ക്, അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അധികാരം കിട്ടുന്നില്ല, അഥവാ ഒരു പഞ്ചായത്ത് പോലും അവർക്ക് അനുകൂലമായി ഭവിക്കുന്നില്ല എന്ന വിഷമം അവരെ ബാധിക്കുന്നുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ പ്രകടനങ്ങൾ മിന്നുന്ന രീതിയിൽ മുന്നേറ്റം നടത്തുന്നുവെങ്കിലും വോട്ട് ഷെയറിൽ കാര്യമായ വർധനവ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഉണ്ടാകുന്നില്ല എന്നത് അവരെ മാനസികമായി അലട്ടുന്നുണ്ട്. നോക്കൂ, രേവന്ത് റെഡ്ഡി നടപ്പിലാക്കിയ സെൻസസ് പദ്ധതി, ജാതി സെൻസസ് പദ്ധതി എന്തുകൊണ്ടാണ് ബി.ജെ.പി ദേശീയ വ്യാപകമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അതിലെ ദുഷ്ടലാക്ക് എന്താണ്? വളരെ വ്യക്തമാണ്. ഡേറ്റകൾ രാജ്യത്തിന് പുറത്തേക്ക് ചോർത്തണം. ഈ രാജ്യത്തെ ഡേറ്റകൾ പരമാവധി വിദേശ ഏജൻസികൾക്ക് ചോർത്താൻ ഇവിടെ ശ്രമിക്കുന്ന കൂട്ടരുണ്ട് എന്ന് പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ തുറന്നു പറഞ്ഞതാണ് തെളിവ് സഹിതം. കാരണം ഈ ഡേറ്റകളെ വിശദീകരിക്കുന്ന ഈ ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കോർപ്പറേറ്റുകൾ വലിയ തോതിൽ സാധാരണക്കാരുടെ ജനജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കൂ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന രീതിയിൽ 2014 അധികാരത്തിലെത്തിയ വ്യക്തി ഇവിടെ പാവപ്പെട്ടവരും ധനികരും തമ്മിലുള്ള അന്തരം വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്തരം കുറയുന്നില്ല എന്നത് മാത്രമല്ല, അത് കുത്തനെ കൂട്ടുകയാണ്. നിരവധിയായ ടെക്നോക്രാറ്റുകളെയും നിരവധിയായ കോർപ്പറേറ്റ് ലോബികളെയുമാണ് ഇന്ന് ബി.ജെ.പിയുടെ ദേശീയ സമിതികളിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവർ പലരും ബിസിനസ് ടൈക്കൂൺസുകളാണ്. അവരുടെ ലക്ഷ്യം എന്താണ്? അവർക്ക് കോർപ്പറേറ്റ് വൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നത് പരിപൂർണമാക്കി എടുക്കുക. അതായത് പബ്ലിക് ഡൊമൈനെ മൊത്തത്തിൽ മറിച്ചിടുക, പബ്ലിക് പ്ലാറ്റ്ഫോമിനെ സ്വകാര്യവൽക്കരിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള ഡേറ്റ കളക്ഷൻ അത് ജാതി സെൻസസിലൂടെ, ഈ രാജ്യത്തെ സെൻസസിലൂടെ നടപ്പിലാക്കുന്നു. ഒപ്പം ഡീലിമിറ്റേഷൻ പ്രോസസ്സ് വഴി അധികാരം ലഭിക്കാൻ വേണ്ടിയുള്ള അട്ടിമറി, അത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ അവരാഗ്രഹിക്കുന്ന അളവുകോലിൽ നടത്തിയെടുക്കാൻ വേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ അണിയറ നീക്കങ്ങൾ തടയേണ്ടതാണ് എന്നുള്ളത് സ്റ്റാലിൻ അടക്കമുള്ള നിരവധിയായ മുഖ്യമന്ത്രിമാർ വളരെ വ്യക്തമായി പ്രതിപക്ഷത്തിൻ്റെ കൂട്ടായ ധരണയിലൂടെ പുറപ്പെടുവിക്കുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ്: ഈ രാജ്യത്തെ കൃത്യമായി ഫാമിലി പ്ലാനിംഗ് മെത്തേഡുകൾ ഉൾപ്പെടെ നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് അവരുടെ സ്രോതസ്സുകളെ ഊറ്റി വലിയ തോതിൽ ജനസംഖ്യ പെരുപ്പം, അതായത് അനിയന്ത്രിതമായി കൊണ്ടുവന്ന് ഈ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ശരിക്കും വികസനത്തിൽ നിന്നും മാറ്റിമറിക്കുന്ന സംസ്ഥാനങ്ങളെ, വികസനത്തിന് താല്പര്യം കൊടുക്കാത്ത സംസ്ഥാനങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം, അത് ശരിയല്ല, തെറ്റാണ്. എന്തായാലും ആ സംസ്ഥാനങ്ങളെല്ലാം ഒട്ടുമുക്കാലും ബി.ജെ.പി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങൾ തന്നെയാണ്.